ഒരു പശുവിൻ്റെ രോമത്തെ 1000 കൊണ്ട് ഗുണിക്കുക. അത്രയും വർഷമാണ് ഓരോ ശിക്ഷയെന്ന് പറയുക. വീട്ടിലേക്ക് കയറി വരുന്ന ആളുകളെ എങ്ങനെ സ്വീകരിക്കണം എന്നാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിഥി ദേവോ ഭവ, ഈശ്വരനെ പോലെ കാണണം, കാല് കഴുകി സ്വീകരിക്കണം എന്നാ. ആരെങ്കിലും ബുദ്ധിമുണ്ടോ? വീട്ടിലേക്ക് അതിഥികൾ എന്ന് പറഞ്ഞാൽ ആരാ? മുൻകൂട്ടി പറയാണ്ട് വരുന്നവരാണ് അതിഥികൾ. ഞാൻ നാളെ വരെ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു വരുന്നവർ അതിഥികൾ എന്ന് പറയാൻ പറ്റില്ല. മുൻകൂട്ടി പറയാണ്ട് വരുന്നവരോ. അതിഥികൾ വരുമ്പോ കരി കഴുകി സ്വീകരിക്കണം. ഒന്നുമില്ലെങ്കിൽ വരൂ 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 ഇരിക്കൂ എന്ന് പറഞ്ഞ് അല്ലേ. ആര് വീട്ടിലേക്ക് വരുമ്പോഴും വീട്ടിലുള്ള ഗൃഹനാഥനോ ആരാണോ പൂമുഖത്തിരിക്കുന്നത് അവര് എണീറ്റോളണം, എണീറ്റ് ബഹുമാനിച്ചോളണം. ഞാനാണ് ഈ വീട്ടിലെ ആള്, ഇവിടേക്ക് ആര് വന്നാലും എന്നെ അല്ല, ആ വരുന്നവരാ കേണന്മാര്. ആര് വന്നു കഴിഞ്ഞാലും എണീറ്റ് ബഹുമാനിച്ചു കൊള്ളണം. അങ്ങനെ ബഹുമാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, ആ നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നവരെ പാപേന ചക്ഷുഷാ നിരീക്ഷമാണ്, പാപമായ കണ്ണുകളെ കൊണ്ട് നോക്കുക. അതായത് കണ്ണുറ്റി നോക്കുക, എപ്പോഴാണ് അവരാ കണ്ടത് എന്ന ഭാവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കണ്ണ് കൊത്തിപ്പറയ്ക്കാനായി കഴുകന്മാരും കാക്കകളും ഉണ്ട് നരകത്തിൽ എന്ന് പറയണം. ഇങ്ങനെ ഇത് ചില നരകങ്ങളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ അർഹതയില്ലാത്ത പെണ്ണിനെ പ്രാപിക്കുന്ന പുരുഷനും അർഹതയില്ലാത്ത പുരുഷനെ പ്രാപിക്കുന്ന സ്ത്രീക്കും അഗമ്യാം സ്ത്രീയം. ഒരു പുരുഷന് തൻ്റെ ഭാര്യ, ആ ഭാര്യയെ മാത്രമേ മോഹിക്കാൻ പാടുള്ളൂ, ഭാര്യയെ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. ഒരു സ്ത്രീക്കാണെങ്കിൽ തനിക്ക് ഭർത്താവ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആ ആളെ സ്വീകരിക്കാൻ പാടുള്ളൂ. അതിന് പുറമെ മറ്റൊരാളോട് മോഹം തോന്നിയാൽ പേടിക്കണ്ട, നരകത്ത് ചെന്നാലും അവരെ കിട്ടൂത്ര. അപ്പൊ ഏതെങ്കിലും പെണ്ണിനെ കണ്ട് എനിക്ക് ഇവിടെ കെട്ടിയിരുന്നത് നന്നായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഇവിടെ കെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞിരുന്നു നിൽക്കാൻ നന്നായി കേട്ടോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നരകത്ത് ചെന്നാൽ ഈ പെണ്ണിനെ കിട്ടൂത്രേ. ഇപ്പൊ സ്ത്രീകളാണെങ്കിലും അതെ അല്ലേ, ചില സിനിമാ നടന്മാരെ കണ്ടിട്ടോ അല്ലെങ്കിൽ വല്ല ക്യാമന്മാരെ കണ്ടിട്ടോ അയാളെയൊക്കെ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയിരുന്നത് നന്നായിരുന്നു എന്ന് വിചാരിച്ചാൽ ഒട്ടും പേടിക്കണ്ട, നരകത്ത് ചെല്ലുമ്പോൾ അതേ ആളോട് നിൽക്കുന്നുണ്ടാവും. പറയും കെട്ടിപ്പിടിച്ചോളൂ. ഭൂമിയിൽ താമസിക്കുമ്പോൾ മോഹിച്ചതല്ലേ, കെട്ടിപ്പിടിക്കാൻ നോക്കുമ്പോഴാവും ഇത്രയും ആരെയാണോ മോഹിച്ചത് ആ ആളുടെ ഉരുക്ക് പ്രതിമ തീയിലിട്ട് ചുട്ട് പഴുപ്പിച്ചു വെച്ചതാവും. സൂർമി എന്നാണ് ആ നരകത്തിന് പ്രതിമ പറയുക. പുരുഷരൂപയ സൂർമിയ, സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷരൂപങ്ങൾ ഉണ്ടാക്കി വെച്ച സൂർമിയുണ്ട്, പുരുഷന്മാർക്കാണെങ്കിൽ സ്ത്രീ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച പ്രതിമയുണ്ട്. ഭൂമിയിൽ നിന്നും അവനവനിപ്പോ ഭാര്യ അവനവനുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ ഭർത്താവ് അവനവനുള്ളതാണ്. മറ്റൊരാളെ മോഹിച്ചു കഴിഞ്ഞാൽ സൂർമിയിലേക്ക് പോകേണ്ടി വരുന്നതാണ്. ആ ചുട്ടുപഴുത്ത പ്രതിമയെ കെട്ടിപ്പിടിക്കുമ്പോൾ വേഗം വിടാൻ പറ്റില്ല അത്രേ. ഇപ്പൊ ചൂടുണ്ട് എന്ന് കണ്ടാൽ വേഗം വിട്ടുപോരാൻ പറ്റില്ല. കെട്ടിപ്പിടിക്കുമ്പോഴേക്കും ഒരു കയറ് വന്നിട്ട് കെട്ടുള്ളൂ, വരിഞ്ഞ് കെട്ടും. അവിടെ നിന്നുകൊണ്ട് ആ ചുട്ടുപഴുത്ത പ്രതിമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എത്ര കാലം? പശുവിന്റെ രോമം 1000 വർഷം. നോക്കൂ, മനസ്സില് ഓരോരോ വേണ്ടാത്ത കാര്യങ്ങള്, തെറ്റായ കാര്യങ്ങൾ തോന്നിയാൽ പോലും അത് ദോഷമാണോ എന്ന് പറയുക. മനസ്സിൽ തോന്നുന്ന കാര്യമാണ് പറയുക, ഈ മനസ്സിൽ തോന്നുന്ന കാര്യമാണ് ചെയ്യുക. അപ്പൊ തോന്നുന്നത് പോലെ മനസ്സാ വാച കർമ്മണ പാപങ്ങൾ വന്നു കഴിഞ്ഞാൽ ശിക്ഷയുടെ കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവുക 2 നരകത്തിലേക്കാണ്. സൂർമിയിലേക്കും കുംഭീഭാഗത്തിലേക്കും വേണം അത്രേ. കാണുന്ന മൃഗങ്ങളെ മുഴുവൻ വെട്ടിമുറിച്ച് തിന്നുന്ന ആൾക്കാർ ഉണ്ടാവും അത്രേ. മുമ്പ് ഇപ്പൊ ചില മൃഗങ്ങളെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത്രേ. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് എന്ത് മൃഗമായാലും നായയെപ്പോലും വെട്ടിമുറിച്ച് തിന്നുന്നുണ്ട് അത്രേ. ഒരു 15 കൊല്ലങ്ങൾക്ക് മുമ്പാണ് പത്രത്തിൽ കണ്ടത്, ഏതോ ഒരു ഭാഗത്ത് പഞ്ചായത്ത് സർവേ നടത്തിയപ്പോൾ ഏതാണ്ട് 1000 ചില്ലാനം തെരുവ് നായ്ക്കളുണ്ടായിരുന്നു അത്രേ. അപ്പൊ അതിനെ പലതിനെയും ഒക്കെ പിടിച്ചു കെട്ടാനും പിടിച്ചു കൊല്ലാനും എന്തിനൊക്കെയായിട്ട് നിയമമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അല്ലേ, ഈ സർക്കാർ കാര്യമാകുമ്പോൾ എന്താ വെച്ചാൽ ഇന്നൊരു കൊടുത്ത നാളെ തന്നെ പാസ്സായി കിട്ടില്ലല്ലോ. ഏതാണ്ട് ഒരു 3 മാസം 4 മാസം വേണ്ടി വന്നു ഇത്രയും ഈ നായ്ക്കളൊക്കെ പിടിച്ച് ഇഞ്ചക്ഷൻ ചെയ്യാനൊക്കെയുള്ള നിയമം പാസ്സായി വന്നപ്പോഴേക്കും. ഈ നിയമം പാസ്സായിട്ട് ഈ നായ്ക്കളെ അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 100-150 എണ്ണത്തിനെ കാണാൻ പറ്റിയുള്ളൂ.
ബാക്കിയുള്ളതൊക്കെ എവിടെ പോയി? അന്വേഷിച്ചപ്പോഴാണ് പല പല ഹോട്ടലുകാർ പിടിച്ചു കൊണ്ടുപോയിട്ട് മറ്റു പല പേരിലും കൊടുത്തു അത്രേ. ആടാണോ പോത്താണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മസാലയും മറ്റേ മുളകും എല്ലാം കൂടി തേച്ച് കഴിഞ്ഞാൽ അത് എന്തിൻ്റെ മാംസമാണെന്ന് അറിയില്ല അത്രേ. നമ്മൾ കഴിക്കാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല, കഴിച്ചവർക്ക് അറിയണ്ടാവും, തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. അങ്ങനെ അറിയില്ല എന്നത്ര അന്ന് പത്രവാർത്ത വന്നത് അല്ലേ. നായയുടെ മാംസം കഴിക്കാൻ ദ്രോഹമൊന്നുമില്ല അത്രേ. ലോകത്തിലെ ഏറ്റവും നീചമായിട്ടുള്ള ഭക്ഷണമാണത്രേ നായയുടെ മാംസം. ശ്വപചം എന്ന് പറയുന്നുണ്ട്. ശ്വാക്കളെ ഭക്ഷിക്കുന്നവരോ ഭാഗവതത്തിൽ നാളെ പ്രഹ്ലാദൻ പറയുന്നുണ്ട്, ശ്വപചം വരിഷ്ടം. ശ്വപജന്മാര് ഏറ്റവും നിന്ദ്യന്മാരായിട്ടുള്ള ആൾക്കാർ, എന്തിൻ്റെയും മാംസം കഴിക്കുന്ന ആൾക്കാരായിട്ട് എന്തൊന്നുമില്ല. അപ്പോൾ മാംസം കടിക്കുന്നവര്, അതുപോലെ പരപുരുഷന്മാരെ മോഹിക്കുന്ന സ്ത്രീകളും പരസ്ത്രീകളെ മോഹിക്കുന്ന പുരുഷന്മാരും കലിയുഗത്തിൽ ധാരാളം ഉണ്ടാവും അത്ര. അതുകൊണ്ട് സൂർമിയിലേക്കും അതുപോലെ കുംഭിഭാഗത്തിലേക്കും ധാരാളം ആളുകൾ ഉണ്ടാവും. പിന്നെ ഭരണാധികാരികളും മിക്കവാറും വൈതരണിയിലേക്കും മുങ്ങാനുള്ളവരാവും അത്രേ. കാരണം ഭരണത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പൂർണ്ണമായി വാക്ക് പാലിക്കുന്നവര് ദുർലഭം ഉണ്ടാവുള്ളൂ. ഇല്ല എന്ന് പറയണില്ല, കുറവാവും. ഈ നരകങ്ങളെ കുറിച്ചൊക്കെ കേട്ടപ്പോഴേക്കും പരീക്ഷിച്ച് ചോദിക്കുകയാണ്, ഈ നരകത്തിലേക്ക് എല്ലാവരും പോണ്ടി വരില്ലേ? കാരണം മനസ്സുകൊണ്ടെങ്കിലും തെറ്റ് ചെയ്യാത്തവരുണ്ടാവുമോ ചോദിക്കുക അല്ലേ. ഭാര്യയെ കൊണ്ട് നടക്കുകയാണെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കാത്ത പുരുഷന്മാരുണ്ടാവുമോ? നല്ലൊരു സുന്ദരനായിട്ടുള്ള ഒരാൾ പോണ കണ്ടു കഴിഞ്ഞാൽ ഭാര്യ ഒന്നും നോക്കില്ലേ, നല്ല കാണാൻ ഭംഗിയുണ്ടല്ലോ, എൻ്റെ ഭർത്താവിനേക്കാൾ ഉയരമുണ്ടല്ലോ, അല്ലേ, എൻ്റെ ഭർത്താവിനേക്കാൾ ഭംഗിയുണ്ടല്ലോ, ഒന്നും ചിലപ്പോൾ ചിന്തിക്കാണ്ടിരിക്കുമോ? സ്വാഭാവികമാണ്. അപ്പൊ ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ആർക്കും പറ്റാം. നരകം എല്ലാവർക്കും പോണ്ടി വരുമല്ലോ. ഈ നരകത്തുനിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചോ പറഞ്ഞു, പ്രായശ്ചിത്തം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആശ്വാസമാണില്ലേ? ഇപ്പൊ എന്താ വേണ്ടത്? ഏത് നരകത്തിലേക്കാ പോകേണ്ടി വരികയെന്ന് ചിന്തിച്ചിരിക്കുന്നു. അപ്പോഴാണ് പ്രായശ്ചിത്തം ചെയ്താൽ മതി. ഓരോ തെറ്റിനും ഓരോ പ്രായശ്ചിത്തങ്ങൾ ഉണ്ട്. എങ്ങനെ ഈ പ്രായശ്ചിത്തം നിശ്ചയിക്കുക? ഇപ്പോൾ ചില ഡോക്ടർമാരുണ്ട്, ചെല്ലുമ്പോഴേക്കും എന്താ രോഗം, പനിയാണ്, വേഗം പാരസെറ്റമോൾ എഴുതി കൊടുക്കും. ആ പനി എന്ന് തുടങ്ങി, എത്ര കാലമായി തുടങ്ങിയിട്ട്, കൂടുതൽ ജലദോഷമുണ്ടോ, തലവേദനയുണ്ടോ, കഫക്കെട്ടുണ്ടോ, അതൊന്നും ചോദിക്കൊന്നുമില്ല, വെറുതെ അങ്ങോട്ട് എഴുതി കൊടുക്കുക തന്നെ. ഡോക്ടർക്ക് ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന മരുന്ന് ഏതാണോ ആ മരുന്ന് അവർ എഴുതി കൊടുക്കുക. അങ്ങനെയുള്ള ആളുടെ പോകരുത്. വിശദമായിട്ട് നമ്മളുടെ രോഗകാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുന്ന വൈദ്യൻ്റെ അടുത്ത് മാത്രമേ പോകാൻ പാടുള്ളൂ. കാരണം നമ്മുടെ രോഗകാരണം എന്താണെന്നുള്ളത് വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട് രുഷാം വിഷക്ക് ചികിത്സേന രുഷാം നിദാനവിത് രോഗിയുടെ രോഗവിവരങ്ങൾ മുഴുവൻ അറിഞ്ഞതിന് ശേഷം ചികിത്സ നിശ്ചയിക്കുന്നവൻ. അല്ലാണ്ട് എന്നാ മരുന്ന് കഴിച്ചു നോക്കും, 4 ദിവസം മാറിയില്ലെങ്കിൽ വരൂ, വേറെ മരുന്ന് തരാം, എന്നാൽ പിന്നെ നേരായ മരുന്ന് തന്നാൽ പോരെ, നല്ലോണം അന്വേഷിച്ചിട്ട്. നല്ല വൈദ്യൻ ചികിത്സ നിശ്ചയിക്കുന്നത് പോലെയാണ് ഓരോ പാപത്തിനും പ്രായശ്ചിത്തമുണ്ട്. അപ്പോൾ പരീക്ഷിത്ത് പറഞ്ഞു, അത് ശരിയല്ല എന്ന് പറഞ്ഞു. ഒരു പാപം ചെയ്യുക, അതിന് പ്രായശ്ചിത്തം ചെയ്യുക, വീണ്ടും പാപം ചെയ്യുക, വീണ്ടും പ്രായശ്ചിത്തം ചെയ്യുക, അത് ശരിയാവില്ല. കാരണം എന്താ? വീണ്ടും വീണ്ടും പാപം ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി കൂടും. എന്താ അങ്ങനെ പാപം ചെയ്യണ? സാരമില്ല, ഞാൻ അടുത്ത ഞായറാഴ്ച പോയിട്ട് പ്രായശ്ചിത്തം ചെയ്തോളാം. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ മഹാപാപങ്ങൾ ഓരോന്ന് ചെയ്യുക, ഞായറാഴ്ച പോയിട്ട് അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യുക, അടുത്ത തിങ്കളാഴ്ച മുതൽ വീണ്ടും പാപം ചെയ്യുക. ഇതിനെന്താ സാരമുള്ളത്? ഇത് എങ്ങനെയാ? അന്യേ കുഞ്ചരശൗചവത്, ആനയെ കുളിപ്പിക്കുന്നത് പോലെയല്ലേ ചോദിച്ചു. ആനയെ പാപ്പാമാര് പുഴയിലിറക്കി അല്ലെങ്കിൽ കുളത്തിലിറക്കി അല്ലെങ്കിൽ മോട്ടർ വെച്ച് കുറേ എത്ര വെള്ളം വേണം ആനയ്ക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ? നമ്മളെപ്പോലെ 2 ബക്കറ്റ് വെള്ളം 3 ബക്കറ്റ് വെള്ളം മതിയോ ആനയ്ക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ? ആനയെ കുളിപ്പിച്ച് ചകിരി കൊണ്ട് ഉരച്ച് കുളിപ്പിച്ച് എഴുന്നള്ളിപ്പിന് നിർത്തിയതാ. അപ്പോഴാണ് അവിടെ എഴുന്നള്ളിപ്പിന് ലേശം കുറച്ച് ആൾക്കാരും കൂടി ക്യൂവിലുണ്ട്, അവരും കൂടി തൊഴുതിറങ്ങിയിട്ട് വേണം എഴുന്നള്ളിപ്പിന്. ആ പാപ്പാൻ വിചാരിച്ചു ഒന്നാമത് ചായ പിടിച്ച് വരാം എന്നിട്ട് പാപ്പാൻ ചായ പിടിച്ച് വന്നപ്പോഴേക്കും ആന അവിടെയുള്ള മണ്ണ് മുഴുവൻ വാരിയിട്ട് തൻ്റെ മേത്തിട്ടുണ്ട്. ഈ കുളിപ്പിച്ചതൊക്കെ വെറുതെ ആവുകയും ചെയ്തു. കുളിച്ച വെള്ളം ശരിക്കും പറ്റിയിട്ടില്ല, അതിനു മുമ്പ് മണ്ണ് വാരിയിട്ടപ്പോൾ
മണ്ണൊക്കെ അവിടെ പറ്റി പിടിച്ചു. പിന്നെ ഭഗവാൻ എഴുന്നള്ളിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും പോയി കുളിപ്പിക്കേണ്ട ഒരവസ്ഥയുണ്ട്. ആനയെ കുളിപ്പിക്കേണ്ടത് പോലെയല്ലേ, പ്രായശ്ചിത്തം ചെയ്യുക, വീണ്ടും പാപം ചെയ്യുക. അപ്പോൾ അത് ശരിയല്ല, അതിനെ ഒരു ശരിയായ മാർഗം എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീ സുബ്രഹ്മർഷി പറഞ്ഞു, അങ്ങനെയല്ല. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ജന്മത്തിൽ ആ പാപം ആവർത്തിക്കാൻ പാടില്ല. പിന്നെ ഒരിക്കലും ആ പാപം ആവർത്തിക്കാൻ പാടില്ല. പാപം വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ പ്രായശ്ചിത്തം ഫലമില്ലാണ്ടായി. ഒരിക്കൽ വീണ് എല്ല് പൊട്ടി, ഓപ്പറേഷൻ കഴിഞ്ഞു. ആ ഓപ്പറേഷൻ കഴിഞ്ഞതാ, ഇനിയിപ്പോൾ വീണാലും കുഴപ്പമൊന്നുമില്ല പറഞ്ഞാൽ പറ്റുമോ? വീണ്ടും വീണ് കഴിഞ്ഞ് വീണ്ടും ആ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്ത ഓപ്പറേഷനൊക്കെ വെറുതെ ഇല്ലേ? ഇങ്ങനെ 2-3 ദിവസം വീണ് കഴിഞ്ഞാൽ പിന്നെ ആ എല്ലിനെ നേരെയാക്കാൻ പറ്റൂല. എന്താണ് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രായോ നാമ തപപ്രോക്തം ചിത്തം നിശ്ചയ ഉച്യതേ, മനസ്സുകൊണ്ട് ഞാൻ പാപം ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് അതനുസരിച്ച് ജീവിക്കലാണ് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞു. ആ ജീവിതം എങ്ങനെയാണ്? സകർമ്മന കൃഷ്ണപദാരവിന്ദയോ, ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ കേട്ട്, ഈശ്വര കഥകൾ കേട്ട്, ഈശ്വരനാമം ജപിച്ച് മനസ്സിൽ ഭഗവാനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ സ്വപ്നേ വിപശ്യന്തി ചീർണ നിഷ്കൃത, സ്വപ്നത്തിൽ പോലും അവരുടെ മുമ്പിലേക്ക് നരകചിന്ത വരില്ല എന്ന്. യമഭടന്മാർ വരില്ല അവരുടെ അടുത്തേക്ക്, സ്വപ്നത്തിൽ പോലും വരില്ല. അല്ലാണ്ട് ആ ഉള്ളിൽ ഭഗവാനെ ഉറപ്പിക്കാണ്ട് ചെയ്യുന്ന പ്രായശ്ചിത്ത കർമ്മങ്ങൾ സുരാകുംഭമിവാപക. ഈ മദ്യത്തിൻ്റെ പാത്രം അത് ഗംഗയിൽ മുക്കിക്കൊണ്ടിരിക്കുക, കുടിച്ചോളൂ, ഗംഗയിൽ മുക്കിയതാ അല്ലേ? ഗംഗയിൽ നമ്മുടെ ശരീരം കൊണ്ടുപോയി മുക്കിയിട്ട് നമ്മൾ പറയും നമ്മളെ പാപമൊക്കെ മാറി, ഞാൻ ഗംഗയിൽ മുങ്ങി വന്നു അല്ലേ? ഇതുപോലെ മദ്യത്തിൻ്റെ കുപ്പി കൊണ്ടുപോയിട്ട് ഗംഗയിൽ മുക്കി ശുദ്ധായതാണ്, കുടിച്ചോളൂ എന്ന് പറഞ്ഞ് ഒഴിച്ചു കൊടുത്താൽ ശുദ്ധാവൂ? അത് ഗംഗയിൽ മുക്കിയ മദ്യമാണ്. കുപ്പി മുക്കിയോണ്ട് കാര്യമുണ്ടോ? വേണ്ടത് ശുദ്ധാവേണ്ടത് എന്താ? അകമാണ് ശുദ്ധമാവേണ്ടത്. അപ്പൊ ഗംഗയിൽ മുങ്ങിയാലും അവിടെ മഹാദേവനെ ഭജിച്ച് നാമം ജപിച്ച് മനസ്സിനെ ശുദ്ധമാക്കിയിട്ടില്ലെങ്കിൽ മുങ്ങിയതുകൊണ്ട് കാര്യമൊന്നുമില്ല. മദ്യത്തിൻ്റെ കുപ്പി ഗംഗയിലും മുക്കിയിട്ട്, മദ്യത്തിൻ്റെ കുടം ഗംഗയിലും മുക്കിയിട്ട് ശുദ്ധമായി എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് പോലെ അതിൽ മദ്യത്തിൻ്റെ ദോഷം വലുതും പോവുക. ആ കുപ്പി ശുദ്ധാവണമെങ്കിൽ എന്ത് വേണം? മദ്യം മുഴുവൻ ഒഴുക്കി കളയണം. ആർക്കെങ്കിലും കുടിക്കാൻ കൊടുത്തോട്ട് കാര്യമില്ല. ആ മദ്യം മുഴുവൻ കളഞ്ഞ് ആ പാത്രം വൃത്തിയായിട്ട് കഴുകണം. മദ്യത്തിൻ്റെ ഗന്ധം പോലും ഇല്ലാണ്ട് വൃത്തിയായിട്ട് കഴുകിയാൽ പിന്നെ ഗംഗയിൽ മുക്കണം എന്നില്ല. നമ്മുടെ പാത്രത്തിൽ, എവിടെ ഒരു പാത്രത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിൽ മുക്കിയാലും ശുദ്ധമാവും. ശുദ്ധമാവേണ്ടത് മനസ്സാണ്, അകമാണ് ശുദ്ധമാവേണ്ടത്. നമ്മുടെ വീട്ടിൽ ചില സമയത്തൊക്കെ പല ആൾക്കാരും പതിവുണ്ടാവും, ഒരു ഭാഗത്ത് അലക്കാനുള്ള തുണി കിടക്കുന്നുണ്ടാവും അല്ലേ? ഒരു ഭാഗത്ത് അലക്കി ഉണക്കി തുണികളൊക്കെ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ടാവും, മടക്കി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു ഭാഗത്ത് വേറെ കസേരയുടെ മുകളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കസേരയിൽ ഇരുന്നിട്ട് TV കണ്ടുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചത്. അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കി വായിക്ക് കൊണ്ടുപോയപ്പോൾ കുറേ താഴെ പോയിട്ടുണ്ട്, ആ വറ്റും പതുമൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ പല ദിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഈ അവനവൻ്റെ വീട്ടിൽ നോക്കിയാൽ അവനവൻ അവിടുത്തെ വൃത്തികേട് മനസ്സിലാവില്ല. മറ്റൊരു വീട്ടിൽ പോയി നോക്കുമ്പോഴാണ് അടുക്കും ചിട്ടയും മനസ്സിലാവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അയൽ വീട്ടുകാരെ വീട്ടിലേക്ക് വിളിക്കുക. എന്നിട്ട് എൻ്റെ വീട്ടിലെ അടുക്കും ചിട്ടയെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ പറയുക. നമ്മളോട് അസൂയുള്ള ആൾക്കാരൊക്കെ കൊണ്ടുവരണിച്ചാൽ അവർ വൃത്തിയായിട്ട് പറഞ്ഞു തരും അല്ലേ? ബന്ധുക്കളെ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ അവർ ബന്ധുക്കൾ പറയും എൻ്റെ ബന്ധുവല്ലേ, നല്ല വൃത്തിയുണ്ട് കേട്ടോ, നല്ല അടുക്കും ചിട്ടയുണ്ട്. അല്ലെങ്കിലും പറയൂലേ, ബന്ധുക്കളെ വിശ്വസിക്കാൻ പാടില്ല എന്നാണ്. ശത്രുക്കളെ വേണം വിശ്വസിക്കാൻ. ശത്രുക്കൾ കള്ളം പറയില്ല. ശത്രുക്കൾ നമ്മളുടെ ദോഷങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും, നമ്മുടെ തെറ്റുകൾ പറഞ്ഞു തരും അല്ലേ? നമ്മുടെ തെറ്റ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ശത്രുവിനെ നോക്കണം, ശത്രുവിനെ സാധിക്കുള്ളൂ. കാരണം ശത്രുക്കൾക്ക് സൂക്ഷിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റും കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയും വസ്ത്രവും കാര്യങ്ങളൊക്കെ ഉഴപ്പിയിട്ട സ്ഥലമാണെന്ന് വിചാരിക്കുക, സമയമാണ് വിചാരിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് 2-3 വിരുന്നുകാർ വരണം. വിരുന്നുകാർ വരണ ഗേറ്റ് തുറക്കണമെന്ന് കാണുമ്പോഴേക്ക് തന്നെ അയ്യോ ഇവിടെ ആകെ വാരി വിളിച്ചിട്ടതാണല്ലോ. എന്ത് ചെയ്യും?
ഇതെല്ലാം കൂടി എടുത്തിട്ട് അലക്കാനുള്ളതും അലക്കി എടുത്തൊക്കെ എടുത്തിട്ട് സെറ്റിയുടെ അടിയിലേക്ക്, സോഫയുടെ അടിയിലേക്ക്, കട്ടിലിൻ്റെ അടിയിലേക്ക്, അലമാരയാണെങ്കിൽ അലമാര തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കുത്തി തിരികെ വെച്ച് അടച്ച് എല്ലാവരും വരുമ്പോഴേക്കും നല്ല വൃത്തിയുണ്ടോ അവിടെ? വൃത്തിയാക്കുകയാണോ ചെയ്തത്? വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അലക്കാനുള്ളതൊക്കെ അലക്കുകല്ലിൻ്റെ അടുത്ത് സോപ്പ് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അത് അലക്കാനൊക്കെ റെഡി ഇരിക്കുകയാണ് അല്ലേ. അലക്കി കഴിഞ്ഞതൊക്കെ ഉണങ്ങിയതൊക്കെ ഭംഗിയായിട്ട് മടക്കി ഇനി സെറ്റിയിലായാലും ശരി, അലമാരയിലാവണമെന്നില്ല, അലക്കി കഴിഞ്ഞതൊക്കെ അങ്ങനെ ഭംഗിയായിട്ട് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കലക്കിയതൊക്കെ ഭംഗിയായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ അലമാരയ്ക്ക് എടുത്ത് വയ്ക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞാലും ഭംഗിയായിട്ട് മടക്കി വെച്ചതാണെങ്കിൽ അത് കണ്ടാൽ കുഴപ്പമില്ല. ഈ അഴയെന്ന് എടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ കൂട്ടിയിട്ടത് കണ്ടാലോ ഭംഗിയാവോ? ഇപ്പൊ പരിഭ്രമത്തിൽ എന്താ ഉണ്ടായത്? 4 എണ്ണം അലക്കിയതും 5 എണ്ണം അലക്കാത്തതും കൂടി ഒന്നിച്ചാണ് അലമാരയ്ക്ക് എടുത്തു വെച്ചത്. അവിടെ ഉള്ളത് മുഴുവൻ ആ വേർപ്പ് ഗന്ധം വന്നില്ലേ? ഒരു വൃത്തി എന്ന് പറയാൻ പറ്റുമോ? പുറമെ കണ്ടാൽ ശരി, പുറമെ ഒന്നും കാണാനില്ല, പക്ഷേ ആകെ ഉള്ളിൽ വൃത്തികേടായിരിക്കുക. അതിന് വൃത്തി പറയാൻ പറ്റുമോ? ഇതാണ് പുറമേക്ക് വൃത്തി ഉണ്ടായിട്ട് കാര്യമില്ല, മനസ്സിലേക്കാണ് വേണ്ടത്. പുറമേക്ക് മറ്റൊരാളെ ബോധ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല, മനസ്സാണ് ശുദ്ധമാവേണ്ടത്. മനസ്സ് ശുദ്ധമാവാൻ ഈശ്വരനാമം ജപിക്കുക. ഒരു സംവാദം പറഞ്ഞു തരാന്ന് പറയുക. ദൂതാനാം വിഷ്ണു യമയോ സംവാദം, വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും തമ്മിലുള്ള ഒരു സംവാദം പറഞ്ഞു തരാന്ന് പറയുക. കാന്യകുബ്ജം എന്ന ദേശത്ത് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു, അജാമിളൻ. ഒരു വേശ്യയുടെ ഭർത്താവായിരുന്നു അത്രേ. ദാസീപതി രജാമിള, വേശ്യയുടെ ഭർത്താവായ ഒരു ബ്രാഹ്മണൻ. ആ വേശ്യയിൽ അദ്ദേഹത്തിന് കുട്ടികൾ ധാരാളം ഉണ്ടായി. അക്രമങ്ങൾ, അധർമ്മങ്ങൾ ഒരുപാട് ചെയ്തു അദ്ദേഹം. 88ാമത്തെ വയസ്സിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യമധർമ്മൻ്റെ ആ ദൂതന്മാർ വരുന്നത് കണ്ട് വക്രതുണ്ടാൻ ഊർധ്വരോമണാൻ, അവരുടെ മുഖവും അവരുടെ രൂപമൊക്കെ കണ്ടപ്പോഴേക്കും ആകെ പേടിച്ചിട്ട് തനിക്കിനി തൻ്റെ കുട്ടികളെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് എല്ലാ കുട്ടികളെയും ചിന്തിച്ചില്ല. ചെറിയ കുട്ടി, തൻ്റെ കുട്ടികളിൽ വെച്ച് ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് നാരായണൻ എന്ന് പേരിട്ടുണ്ടായിരുന്നു. ദൂരെ ക്രീഡനക ആസക്തം പുത്രം നാരായണാഹ്വയം, ദൂരെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ നാരായണ എന്ന് വിളിച്ചു. പെട്ടെന്ന് വിഷ്ണുദൂതന്മാർ 4 പേര് അവിടെ വന്നു. ആ വിഷ്ണുദൂതന്മാർ 4 പേര് അവിടെ വന്ന് സ്വഭാവമില്ല. എന്താ നമ്മളാരാന്നും പറയില്ല, നിങ്ങളാരാ അല്ലേ? ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കും ഹലോ ആരാ, അപ്പോൾ അഴ ചോദിക്കും നിങ്ങൾ ആരെയാണ് വിളിച്ചത്? അല്ല നിങ്ങളാരാ പറയൂ, അല്ല നിങ്ങൾ നിങ്ങളല്ലേ വിളിച്ചത്? അല്ല ഞാൻ വിളിച്ച ആൾ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കണത്. അതെ നിങ്ങൾ ആരാന്ന് പറയൂ, ഈ വിളിക്കുന്ന ആളാരാന്ന് പറയൂ, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക എന്നല്ലാണ്ട് ആദ്യം ഞാൻ എന്ന ആളാണ്, ഇന്ന് നിൽക്കുന്നതാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഇന്ന ആളല്ലേ, ഇന്ന സ്ഥലമല്ലേ, ഞാൻ അവിടേക്കാണ് വിളിച്ചത്. അപ്പോൾ പറയും അതെ ഞാൻ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു അയ്യോ നിങ്ങൾക്ക് നമ്പർ മാറി തോന്നുന്നു, ഞാൻ ആ സ്ഥലത്തുള്ള ആളല്ല, ഞാൻ വേറെ ആളാണെന്ന് പറയും. അവനവനെ പരിചയപ്പെടുത്തണം. യമദൂതന്മാരോട് ചോദിച്ചു, വിഷ്ണുദൂതന്മാർ നിങ്ങൾ ആരാന്ന് പറയൂ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ധർമ്മദേവൻ്റെ ആളുകളാണ്, യമധർമ്മൻ്റെ ആളുകളാണ്. ഈ ധർമ്മദേവൻ്റെ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ധർമ്മം എന്താണെന്ന് അറിയില്ലേ ചോദിച്ചു. അറിയാം. എന്താ ധർമ്മം? വേദപ്രണിഹിതോ ധർമ്മ അധർമ്മോ സദ്വിപര്യ. വേദത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് ധർമ്മം. വേദത്തിൽ അരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് അധർമ്മം. വേദം എന്ന് പറഞ്ഞാൽ എന്താ? വേദോ നാരായണ സാക്ഷാൽ. വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ നാരായണൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾ അറിവുള്ളവരാണല്ലേ എന്ന് ചോദിച്ചു. അറിവുള്ളവരായിട്ട് നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നത് എന്താ ചോദിച്ചു. യമദൂതന്മാർ പറഞ്ഞു ഞങ്ങൾ എന്താ അധർമ്മം പ്രവർത്തിച്ചത്? അല്ല, നാരായണനെ ആശ്രയിച്ച ഈ അജാമിളനെ നരകത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ ചോദിച്ചു. അപ്പോൾ യമദൂതന്മാർ പറഞ്ഞു ഈ അജാമിളൻ വൈകുണ്ഠനാഥനായിട്ടുള്ള നാരായണനെ ആശ്രയിച്ചിട്ടില്ല. ആ കളിച്ചുകൊണ്ടിരിക്കുന്ന മകൻ്റെ പേരാണ് നാരായണൻ, ആ മകനെയാണ് വിളിച്ചത് എന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അജാമിളൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ് അത്ര യമധർമ്മൻ്റെ ദൂതന്മാർ. ചെറുപ്പത്തിൽ നല്ലൊരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ആള് അച്ഛനിൽ നിന്നും ആ ഉപനയനം സ്വീകരിച്ച് വേദമാർഗങ്ങളൊക്കെ പഠിച്ച് അച്ഛനോട് കൂടി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യാഗവും ഹോമവും പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് കാട്ടിലേക്ക് ഗർഭപ്പുല്ല് ശേഖരിക്കാൻ, ചമത ശേഖരിക്കാനൊക്കെ പോവും. ഒരിക്കൽ
അദ്ദേഹത്തിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു, ഭാര്യയോടുകൂടി ജീവിക്കുമ്പോൾ കാട്ടിലേക്ക് ചമത ശേഖരിക്കാൻ പോയപ്പോഴാണ് ഒരു വേശ്യ സ്ത്രീയുടെ കൂടെ ഒരു ശൂദ്രൻ രമിക്കുന്നത് കണ്ടു. അങ്ങനെ ഒരു അധർമ്മം കണ്ടു കഴിഞ്ഞാൽ വേഗം മുഖം തിരിച്ചു പോരുക വേണ്ടത്, അധർമ്മത്തിന് മുഖം കൊടുക്കാൻ പാടില്ല. പക്ഷെ ഇദ്ദേഹം അവനെല്ലാം ആ അധർമ്മം കണ്ടുകൊണ്ട് വന്നു. ഇദ്ദേഹത്തിന് പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇത് തന്നെ ചിന്ത, ആ വേശ്യയുടെ അടുത്ത് പോകണം, ആ വേശ്യയുടെ അടുത്ത് പോകണം. പിന്നെ ഇദ്ദേഹം കാട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാൻ തുടങ്ങി. അപ്പോഴൊക്കെ പിന്നെ ചമത ശേഖരിക്കാനല്ല ഉദ്ദേശം, ആ വേശ്യയെ കാണലാണ് അത്ര. എപ്പോഴും വേശ്യയുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവും ഇദ്ദേഹം പോകുമ്പോൾ. ഒരു ദിവസം അദ്ദേഹം ചെന്നപ്പോൾ ആ വേശ്യയുടെ കൂടെ ആരുമില്ല. ആ വേശ്യയുടെ അടുത്ത് പോയിരുന്നു. വേശ്യ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇരിക്കുക കിടക്കുക എന്നാ വേണ്ടത് വെച്ചാൽ ആവാം, പക്ഷേ കാശ് വേണമെന്ന് പറഞ്ഞു. ഞാൻ കാശ് കൊണ്ടുവന്നിട്ടില്ല, എൻ്റെ അടുത്ത് ഇരിക്കില്ല. വേശ്യയ്ക്ക് അവിടെ വരുന്ന ആളുകളോട് ആരോടും സ്നേഹമൊന്നുമില്ല, അവരുടെ കയ്യിലുള്ള കാശിനോടേ സ്നേഹമുള്ളൂ. അവസാനം ഇദ്ദേഹം തൻ്റെ ഇല്ലത്ത് പോയി. അടുത്ത ദിവസം കാശുമായിട്ട് വന്നു, വേശ്യയുടെ കൂടെ കഴിഞ്ഞ് തിരിച്ചു പോന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാശ് കൊണ്ട് വേശ്യയുടെ അടുത്തേക്ക് പോയി. ഇദ്ദേഹം കൂടുതൽ കാശ് കൊടുക്കുക കാരണം വേശ്യ പിന്നെ വേറെ ആരെയും സ്വീകരിക്കാണ്ടേ, കാരണം അദ്ദേഹം നല്ല കാശ് വരുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞു ഇല്ലത്തുള്ള സമ്പത്ത് മുഴുവൻ ആ വേശ്യയുടെ കയ്യിലെത്തി. അപ്പൊ ഇദ്ദേഹം പറയാതെ, എൻ്റെ ഇല്ലത്തുള്ള സമ്പത്തും എൻ്റെ ഭാര്യയുടെ ആഭരണങ്ങളും ഇതൊക്കെ എനിക്ക് തന്നു കഴിഞ്ഞു, ഇനി എൻ്റെ കയ്യിൽ സമ്പത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ വേശ്യ പറഞ്ഞു, ഞാൻ എൻ്റെ അടുത്തേക്ക് വരും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ സമ്പത്ത് മുഴുവൻ നിങ്ങൾ എൻ്റെ അടുത്ത് കൊടുക്കുന്നതല്ലേ, എൻ്റെ കൂടെ ഇരിക്കുന്നതിനാ, എവിടുന്ന് കട്ടിട്ടായാലും വേണ്ടില്ല, എനിക്ക് സമ്പത്ത് കൊണ്ടുപോയി തന്നാലേ എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വേശ്യയുടെ വായെന്ന് ഒരു വാക്ക് കേട്ടതേ ഉള്ളൂ, എവിടുന്ന് കട്ടിട്ടായാലും വേണ്ടില്ല. പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, മറ്റുള്ളവരുടെ സമ്പത്ത് കട്ടെടുക്കാൻ തുടങ്ങി. കട്ടെടുത്തിട്ട് വേശ്യയ്ക്ക് കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കട്ടെടുക്കുന്ന സമയത്ത് ആരോ പിടിച്ചു നല്ല അടി കൊടുത്ത് വിട്ടു. ആ വേശ്യയോട് പറഞ്ഞേ, ഇന്ന് ഞാൻ കട്ടെടുക്കുമ്പോൾ അവർ എല്ലാവരും കൂടി പിടിച്ച് എന്നെ തല്ലി, അതുകൊണ്ട് എനിക്കിന്ന് കാശൊന്നും കിട്ടിയില്ല, എന്നാൽ എൻ്റെ അടുത്ത് ഇരിക്കണ്ടെന്ന് പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു, ഇറക്കി വിട്ടു. ആരെ കൊന്നിട്ടായാലും കാശും കൊണ്ട് വന്നാൽ മാത്രമേ എൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അടുത്ത വാക്ക് കിട്ടി, ആരെ കൊന്നിട്ടായാലെന്ന്. പിന്നെ ആളുകളെ കൊല്ലാൻ തുടങ്ങിയിട്ടേ. മുമ്പ് പിടിച്ചു പറയണ്ടായിരുന്നല്ലോ, ഇപ്പൊ ആളെ കൊന്നിട്ടായി അവരുടെ സമ്പത്ത് എടുത്തു കൊണ്ടുവരില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വേശ്യ പറഞ്ഞത്, എനിക്ക് മാംസം വേണമെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ ബ്രാഹ്മണനാണ്, എനിക്ക് മാംസമൊന്നും പറ്റില്ല, അന്നും മറ്റു കാര്യം എൻ്റെ കൂടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ മാംസം വേണം. അവസാനം മൃഗങ്ങളെ കൊന്നുകൊണ്ടുവരാൻ തുടങ്ങി. ഈ വേശ്യ വെച്ച് കൊടുക്കുന്ന ആ മാംസാഹാരം കഴിച്ച് ജീവിക്കാൻ തുടങ്ങി. അധപ്പതനത്തിൻ്റെ ഇനി അങ്ങോട്ട് അധപ്പതിക്കാനില്ല എന്ന രീതിയിൽ അധപ്പതിച്ചു. ആ വേശ്യയില് അദ്ദേഹത്തിന് കുട്ടികളുണ്ടായി. ആ അവസാനത്തെ കുട്ടിക്ക് എന്തോ പേരിടാനായിട്ട് നോക്കിയപ്പോഴാണ് കുട്ടിക്കാലത്ത് ജപിച്ച എന്തോ സൽക്കർമ്മത്തിൻ്റെ ഫലമായിട്ട് നാരായണൻ എന്ന് പേരിടുണ്ടായി. ആ കുട്ടിയോട് എന്തോ ഒരു സ്നേഹം കൂടുതലായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ, എവിടെ നാരായണൻ, എവിടെ നാരായണ, ഇവിടെ ഒരു നാരായണൻ ഊണ് കഴിച്ചുവോ, നാരായണൻ കുളിച്ചുവോ, നാരായണൻ ഉറങ്ങിയോ, നാരായണ എൻ്റെ അടുത്തേക്ക് വരുമോ എന്ന് പറഞ്ഞ് ആ നാരായണൻ എന്ന പേരുള്ള കുട്ടിയുടെ ചിന്തയായി കൂടുതൽ. എപ്പോഴും ആ നാരായണൻ എന്നുള്ള കുട്ടിയെ ചിന്തിക്കുക. ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേ ചിന്തയാണ് മരണകാലത്തും ഉണ്ടാവുക. അതുകൊണ്ടാണ് ദൂരെ കളിച്ചുകൊണ്ടിരിക്കുന്ന നാരായണൻ എന്ന കുട്ടിയെ തന്നെ വിളിച്ചത്. വേറെയും കുട്ടികൾ 7 പേരുണ്ട്, അവരുടെ ആരെയും പേര് വിളിച്ചില്ല. അപ്പോൾ ആ കുട്ടിയെ വിളിച്ചതാണ്. വിഷ്ണുദൂതന്മാരോട് പറഞ്ഞു, വൈകുണ്ഠത്തിലെ നാരായണനെ അല്ല വിളിച്ചത്. അപ്പോഴാണ് വിഷ്ണുദൂതന്മാർ പറഞ്ഞത്, സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോഭം ഹേളനമേവച വൈകുണ്ഠനാമഗ്രഹണം അശേഷ അഗഹരം. അറിഞ്ഞിട്ടായാലും അറിയാണ്ടായാലും ഉദാഹരണം പറഞ്ഞില്ലേ ഭംഗിയായിട്ട്, മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരു ഉത്തരക്കു വേണ്ടി എന്നാകിലും ഏതു ദിക്കിലിരിക്കിലും തന്നുടെ നാവു കൊണ്ടിതു ചൊല്ലി എന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി. അറിഞ്ഞുകൊണ്ട് ജപിച്ചോളണമെന്നില്ല എന്ന് പറഞ്ഞു. സംഗതിവശാൽ അറിയാണ്ട് ജപിച്ചാലും മതി, മറ്റൊന്നായി പരിഹസിച്ച് ജപിച്ചാലും മതി. ഈ അജാമിളൻ സ്വന്തം മകന്റെ പേര് വിളിക്കുകയാണെങ്കിലും ഒരുപാട് തവണ നാരായണൻ 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 എന്ന് വിളിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് പേരിട്ട കാലം മുതൽ ആ നാരായണനെ തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. നാരായണൻ എന്ന പേരിൽ സ്വന്തം
സ്വന്തം കുട്ടിയാണെങ്കിലും നാരായണൻ എന്ന പേരിലാണ് ചിന്തിച്ചിട്ടുള്ളത്, ഭഗവാന്റെ നാമമാണ് ജപിച്ചിട്ടുള്ളത്. ഒരു കുന്നോളം വിറകുണ്ടെങ്കിലും ഒരു കുന്നിക്കുരുവോളം തീ മതി ആ വിറകിനെ മുഴുവൻ കത്തിക്കാനായിട്ട്. ഒരു കുന്നോളം വിറക് കത്തിക്കണമെങ്കിൽ കുന്നോളം തീന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഒരു തീപ്പെട്ടി കുറച്ച് മതി. അതുകൊണ്ട് ചിലപ്പോൾ കാട് മുഴുവൻ കത്തിത്തീരും. ഇതുപോലെയാണ് നാമം. പാപങ്ങൾ എത്രയുണ്ടെങ്കിലും ഒരു നാമം കൊണ്ട് ആ പാപങ്ങളൊക്കെ മാറാനുള്ള മാർഗമാവും. പാപം മാറും എന്നല്ല പറഞ്ഞത്, മാറാനുള്ള വഴി തെളിഞ്ഞ് കിട്ടും. ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ യമലോകത്ത് പോയിട്ട് യമധർമ്മനോട് ചോദിക്കൂ എന്ന് പറഞ്ഞ യവദൂതന്മാരെ പറഞ്ഞയച്ചു. അജാമിളൻ ഈ വാക്കുകളൊക്കെ കേട്ടു. അജാമിളൻ ചിന്തിക്കുകയാണ്, ഇത്രയും അധർമ്മം ചെയ്ത ഞാൻ അച്ഛനും പുനരമ്മയ്ക്കും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല. ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും ഉണ്ണാനുള്ള പണമാണ് വേശ്ടിക്ക് കൊണ്ട് കൊടുത്തത്. എന്നെ മാത്രം ആശ്രയിച്ചു കൊണ്ടുവന്നതായിട്ടുള്ള ഭാര്യയെ ശ്രദ്ധിച്ചില്ല. എൻ്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ഞാൻ അവരെ ശുശ്രൂഷിക്കാൻ പോയില്ല. അവർക്ക് ശ്രാദ്ധകാര്യങ്ങളൊന്നും പിണ്ടകാര്യങ്ങളൊന്നും ചെയ്തില്ല. എൻ്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ആ ഭാര്യ പിന്നെ എങ്ങനെയാണ് ജീവിച്ചിട്ടുണ്ടാവുക? ഇത്രയൊക്കെ മഹാപാപങ്ങൾ. ആ വേശ്യയുടെ കൂടെ ജീവിക്കുക, വേശ്യയിൽ കുട്ടികളുണ്ടാവുക, കൊലപാതകം, മാംസം, എന്തൊക്കെ ധർമ്മങ്ങൾ ഞാൻ ചെയ്തു. എന്നിട്ടും ഞാൻ എൻ്റെ മകൻ്റെ പേരായിട്ട് നാരായണ എന്ന് ജപിച്ചപ്പോഴേക്കും എന്നെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയെന്നുണ്ടെങ്കിൽ ഈ നാരായണ നാമം കൊണ്ട് ഞാൻ പുണ്യം നേടും എന്ന് പറഞ്ഞ് 88-ാമത്തെ വയസ്സിൽ ആ മരണക്കിടക്കയിൽ നിന്നും എണീറ്റ് അദ്ദേഹം ഗംഗാദ്വാരോപേയായ ഹരിദ്വാറിൽ പോയി നാരായണ 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 എന്ന നാമം ജപിച്ച് 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 12 കൊല്ലം അവിടെ നിന്ന് ജപിച്ചു. അത്രേ 88-ാമത്തെ വയസ്സിൽ തുടങ്ങിയ ആ ഒരു ജപം 100 വയസ്സ് വരെയായി. ആ 12 കൊല്ലത്തെ ജപം കൊണ്ട് അജാമിളന്റെ പാപങ്ങൾ മുഴുവൻ പോയി പറയുക. വിഷ്ണുദൂതന്മാര് വന്ന് അജാമിളനോട് വിമാനത്തിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു. പാപം മുഴുവൻ മാറിയിട്ടുണ്ട്. അജാമിളൻ ആ ശരീരത്തെ ഗംഗയിലേക്ക് ഉപേക്ഷിച്ച് ആ ജീവൻ വിമാനത്തിൽ കയറി വൈകുണ്ഠ ലോകത്തേക്ക് പോയി പറയുക. യമദൂതന്മാര്